പക്ഷെ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നൊന്നും ആരും പറയൂല കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാനും ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന്റെ സൗണ്ടും ഒക്കെ കേട്ട് ആ ഒരു കാടിന്റെ ഒരു ആംബിയൻസിൽ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പോട്ട് തന്നെയാട്ടോ. എന്റെ കടിക്കാൻ സമയം കിട്ടില്ല, ഷൂല് ഇങ്ങനെ കളിക്കായിരുന്നു. ഇതെന്നെ വലുത്, ഇത് എന്റെ ബ്ലഡ് കുടിച്ചു. മിനിമം സ്പീഡ് ഞങ്ങൾ മൂവ് ചെയ്യാൻ പൊക്കണം. നൈസാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാമലക്കണ്ടത്തെ ഒരു ഹിഡൻ സ്പോട്ടാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയത്തില്ലാത്ത ഒരു സ്ഥലമാണോ ഇത്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ്, മാമലക്കണ്ട സ്കൂളിന്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടിൽ പോയിട്ട് അവിടെ എന്താ ഉള്ളതെന്നും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് പോയി കണ്ടറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. ഇത് മുളയിൽ നിന്ന് മുളയരി ഉണ്ടായി നിൽക്കുന്ന കേട്ടോ. സാധാരണ ഈ മുളയരിയൊക്കെ എടുത്തിട്ട് മുളയരി കഞ്ഞിയൊക്കെ ഉണ്ടായി കഴിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാട്ടോ ഇത്. നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയതിന് ശേഷം നമ്മൾ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പോകുന്ന ഇത് മെയിൻ വഴിയാണ് കേട്ടോ, ബസ്സൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നേരിമംഗലവും മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ മാമലക്കണ്ടം കൂടി നമുക്ക് തമ്പുഴ ആ ഒരു സൈഡിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പം മെയിൻ റോഡിൽ നിന്ന് ഈ താഴത്തേക്ക് കിടക്കുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ചെറിയൊരു വഴി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഒരു കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. പക്ഷെ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നൊന്നും ആരും പറയൂല കേട്ടോ. പുല്ലും സ്ലിപ്പാവും. ഇവിടെ തെന്നുന്ന ഏരിയ കേട്ടോ. അപ്പൊ ഇവിടെ ഫുള്ള് നമ്മൾ ഈ ഇറങ്ങി പോകുന്നിടത്തെല്ലാം സ്ലിപ്പായിട്ട് കിടക്കുവാണ്. അപ്പം ഇതില് ആരെങ്കിലും വന്നുണ്ടായാൽ തന്നെ സൂക്ഷിച്ചു വേണം ഇതിൽ ഇറങ്ങാനും കയറി വരാനും ഒക്കെ ആയിട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കൂല കേട്ടോ. മിനിമം സ്പീഡ് ഞങ്ങൾ മൂവ് ചെയ്യാൻ പൊക്കണം. ഒത്തിരി ഫോഴ്സ് ചെയ്യുമ്പോൾ നൈസാട്ടോ, നൈസ് ഏരിയ. നല്ല ഏരിയ ആണല്ലോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുവാന്ന് പറയത്തേ ഇല്ല. ഇത് ഇവിടെയൊക്കെ നല്ല തന്നെ കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട്. ഇവിടെ നല്ല പച്ചപ്പും ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ ആ ശബ്ദവും കാടിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട് കുറച്ചു നേരം ഇവിടെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ ആ ഒരു ടൈമിലൊക്കെയാണ് വരുന്നെങ്കിൽ സ്ലിപ്പായി പോകാതെയും തോട്ടപ്പുഴു അതായത് അട്ടയൊക്കെ കാണും കേട്ടോ, അതൊക്കെ മേത്ത് കയറാതെ ഒക്കെ ശ്രദ്ധിച്ചു വേണം ഇവിടെ വരാനായിട്ട്. അപ്പം നമുക്കിവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ആ രണ്ട് സൈഡിലും പച്ചപ്പും അതിന്റെ സെൻട്രിൽ കൂടെയാണ് കേട്ടോ ഈ ഒരു തോട് പോകുന്നത്. അപ്പൊ ഈ തോട് ഇത്തിരി ആഴമൊന്നുമില്ല, പാറയാണ്. നമ്മൾ ഈ വന്നേക്കുന്ന അവിടെ പാറയാണ്. ആ പാറയുടെ മേളിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറയും പാറയ്ക്കൂടെ ഒരുപാട് കുഴികളും പാറ നിറച്ചും സ്ലിപ്പും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാനും ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന്റെ സൗണ്ടും ഒക്കെ കേട്ട് ആ ഒരു കാടിന്റെ ഒരു ആംബിയൻസിൽ ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസും നല്ലൊരു സീനിക്കും നല്ലൊരു ബ്യൂട്ടിയും ഒക്കെ നിറഞ്ഞൊരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇത് മാമലക്കണ്ടം വരുന്ന അങ്ങനെ ആർക്കും തന്നെ അറിയാൻ മേല. ഇതാണ് നമ്മൾ ആദ്യമേ വന്ന് ഒരു സൈഡ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ കാണാനുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചുറ്റോട് ചുറ്റിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടി അല്ലേ. ബൊഫല്ല പുല്ലുകളും അതിൻ്റെ സെൻറ്ററിൽ കൂടെ തോട് പോകുന്നതും അതിൻ്റെ ശബ്ദവും അതിൻ്റെ അപ്പുറത്തെ കാടും എല്ലാം കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി ഫീലാണുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടെ പോയി നോക്കാം കേട്ടോ. ഈ ഒരു വഴിയാണ് നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വന്നത് കേട്ടോ. ഒരു വഴിയുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ പോയി കണ്ടു. കഴിഞ്ഞതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെയും ഇതേപോലത്തെ ഇങ്ങനെ കുറച്ച് സീനറിയും ഈ ഒരു തോടും ആ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെയാണോ ഉള്ളത്. പക്ഷെ അതൊക്കെ നമുക്ക് കണ്ട് കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആണ് ഈ ഒരു ഏരിയ കേട്ടോ. പാറയക്കൂടെയൊക്കെ ഫുള്ള് പായലും
സ്ലിപ്പറി ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്ലിപ്പ് ആയായിരുന്നു കേട്ടോ. നല്ല കിടിലും വെള്ളം കേട്ടോ ഇതിൽ ഒഴുകി പോകുന്നത്. നല്ല കണ്ണീര് പോലത്തെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ. ആ വെള്ളത്തിന്റെ അടിയിൽ കൂടുതലും ഈ ഒരു ഏരിയയിൽ പാറയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മളിവിടെ ഇറങ്ങി മുഖമൊക്കെ കഴുകി കാലൊക്കെ കഴുകി നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ടായിരുന്നു പ്ലാന്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങി കുളിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് മുഖമൊക്കെ കഴുകി ഇങ്ങ് പോകുന്ന കേട്ടോ. ആ ഒരു മരം നിൽക്കുന്നത് നോക്കി ആ ഒരു തോടിനോട് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കുവാണ് ഫുള്ള്. അതൊരു അന്യായ ഒരു ഫ്രെയിം ആട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം കാടാണ് വരുന്നത്, മാമലക്കണ്ടം കാട്. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ റോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാമലക്കണ്ടം കറങ്ങാനായിട്ട് വന്നപ്പോൾ ജസ്റ്റ് സ്കൂളൊക്കെ കണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയും ഒക്കെ നമുക്ക് അറിയാവുന്നത് കേട്ടോ. മൊത്തം ചളി അവിടെ പോവല്ല, പുല്ലല്ല ചളിയാ. ഇവിടെ പുല്ലിന് ഉറപ്പില്ല. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ട് ഇരിക്കാനൊന്നുമില്ല. കാടിന്റെ ആംബിയൻസും ആ ഒരു വെള്ളത്തിന്റെ ഫീലും പച്ച പുല്ലിങ്ങനെ നൈസായിട്ട് നിൽക്കുന്നതാട്ടോ ഇതിന്റെ ഒരു കൂടുതലൊരു ഭംഗി വരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോവാണല്ലോ. ഇത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ തിരക്കാവും. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. റോട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ താഴത്തേക്ക്. എന്നാൽ മെയിൻ റോട്ടിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു തോട അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നോ ഒന്നും പറയൂല കേട്ടോ. ആ ഫുള്ള് ഇങ്ങനെ കാട് വന്ന് മൂടിയിരിക്കും. നമുക്ക് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂ നമുക്കത് കിട്ടത്തില്ല. ഫെൻസിങ് കിട്ടുന്നേ ഇവിടെ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മേളിലേക്ക് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാലിൽ എന്ത് അറിയുന്ന പോലെ ഇങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെരുപ്പൂരി നോക്കിയപ്പോഴാണ് ദേണ്ടാ കാല് നിറച്ച് തോട്ടപ്പുഴ കയറി ഇരിക്കുവാണല്ലോ. കേറി കഴിഞ്ഞിട്ട് ഇത്ര വലുതായതാണ്. അതൊക്കെ ഇങ്ങോട്ട് എന്റെ കാല് കുറെ ആർച്ചരി. ഓ ഇനി എവിടെ ഇത് കാണുന്നില്ലേ? ഇത് കുഞ്ഞത് കുഞ്ഞത് ചെരുപ്പിന്റെ വേദന എടുക്കുന്നുള്ള ഈ സാധനം. കടിച്ചതിന്റെ വേദനല്ലേ ഇതെന്നെ വലുതാ. ഇത് എന്റെ ബ്ലഡ് കുടിച്ചു നേരത്തെ കേറി. എന്റേത് ഇത്ര നേരം കൊണ്ട് എടാ ഇവിടെ ഒന്നും അടിച്ചേടാ കുഞ്ഞില്. കേറി കേറി പോവാ. പിന്നെ എന്റെ കടിക്കാൻ സമയം കിട്ടില്ല. ഷൂല് ഇങ്ങനെ കളിക്കായിരുന്നു. ചത്തിരിക്കുന്നോ അത് ഇങ്ങനെ എനിക്ക് ചെരുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഇഴയുന്നത് എനിക്ക് അറിയാൻ പറ്റി. ഈ വലിയ സാധനം അത്ര വലുതായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നേരത്തെ കടിച്ചിനാ. ഇല്ല ബ്ലഡ് എല്ലാം കുടി. അട്ട അടിച്ചിട്ട് കുറെ നാളായിരുന്നു. കാര്യം മനസ്സിലായില്ലേ? മാത്രം ഇൻപ്യൂർ ബ്ലഡ് ഉള്ള കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ഇന്ന് കടിച്ചില്ലല്ലേ? ആ നീ പുല്ലേലൊക്കെ അങ്ങ് ഇറങ്ങിയില്ല. എല്ലായിടത്തും ഇറങ്ങി. നീ ആ വെള്ളത്തിൽ നിന്ന് ഇറങ്ങണോ? അപ്പൊ നമ്മള് ഈ ഒരു ജസ്റ്റ് ഈ ഒരു സ്പോട്ടിൽ വന്നപ്പം ഇത് ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നി. അപ്പം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ കേട്ടോ.